ഹലോ വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ഈസി ലേണിംഗ്. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ PSC പരീക്ഷയ്ക്കും ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കും. നമ്മുടെ ടോപ്പിക്ക് ശരാശരി അഥവാ ആവറേജ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ 10th ലെവൽ +2 ലെവൽ എക്സാമിനെല്ലാം തന്നെ ഇതിന് ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ ഈസി ആയിട്ട് ഒരു ട്രിക്കും വേണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതികളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ശരാശരി എന്താണ് മക്കളെ? ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ വാല്യൂസ് തന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ പറയുകയാണ് 2, 5, 7, പിന്നെന്താണ് 4, 8, അങ്ങനെ കുറേ വാല്യൂസ് നമ്മുടെ തന്നിട്ടുണ്ട്. അവരുടെ ശരാശരി കാണുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇവരെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവരുടെ ആകെ തുക കിട്ടത്തില്ലേ? സം ടോട്ടൽ, അല്ലെങ്കിൽ ഇവരുടെ എന്ത് കിട്ടും? ആകെ തുക കിട്ടും. നമ്മൾ ഇവരെല്ലാവരെയും കൂടെ എന്ത് ചെയ്യണു? കൂട്ടുന്നു. ഡിവൈഡഡ് ബൈ ആകെ എത്ര പേരുണ്ടോ അവരുടെ നമ്പറുമായിട്ട് അങ്ങ് ഹരിച്ചാൽ മതി. ഇവിടെ എത്ര പേരുണ്ട്? 1, 2, 3, 4, 5. 5 പേരുണ്ട്. അപ്പം 5ഉമായിട്ട് ഹരിച്ചാൽ നമ്മുടെ ശരാശരി കിട്ടും. എത്ര നമ്പേഴ്സ് ഉണ്ടോ അവരെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആകെത്തുക കിട്ടും. ഈ ആകെത്തുകയെ അവരുടെ ടോട്ടൽ നമ്പറുമായി, എത്ര പേരുണ്ടോ ആ നമ്പറുമായിട്ട് അങ്ങ് ഹരിച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? ശരാശരി കണ്ടുപിടിക്കാം. ചില കേസിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ശരാശരി കാണാൻ സാധിക്കുമേ. സേ ഫോർ എക്സാമ്പിൾ 2, 4, 6, 8, 10, 12. ഇവരുടെ ശരാശരിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. വയ്ക്കുക ഒരു നമ്പർ എഴുതാം, 14. ഇവരുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ എല്ലാം ഒരേപോലെ അല്ലേ പോകുന്നത്? 2 വീതം കൂടിയല്ലേ പോകുന്നത്? ചിലപ്പോൾ 3 ആയിരിക്കാം, അല്ലെങ്കിൽ 6 ആയിരിക്കാം. ഒരേപോലെ കൂടിയാണ് എല്ലാ നമ്പേഴ്സും പോകുന്നതെങ്കിൽ അവരുടെ ശരാശരി കാണാൻ വളരെ എളുപ്പമാണ്. നടുക്ക് കിടക്കുന്ന ആളായിരിക്കും നമ്മുടെ ഉത്തരം. ഇവിടെ നമുക്ക് ആകെ 7 പേരേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. ദേ നടുക്ക് കിടക്കുന്ന 8 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇനി അങ്ങനെ അല്ലാത്ത ചില സാഹചര്യങ്ങൾ വരുമല്ലോ. അപ്പം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പ വഴി എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടുക. 2 + 14 ഞാൻ ചെയ്തു. ഡിവൈഡഡ് ബൈ ഇവിടെ ഞാൻ എത്ര നമ്പർ എടുത്തു? 2 നമ്പർ. 2ഉമായിട്ട് ഹരിക്കുക. 14ഉം 2ഉം എത്രയാണ്? 16. 16ൻ്റെ പകുതി എത്രയാ? 8. കണ്ടോ, നമുക്ക് ഉത്തരം എത്ര വന്നു? 8 എന്ന് വന്നു. അപ്പം ഈ രീതിയിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ശരാശരി കണ്ടുപിടിക്കാം. പക്ഷെ ഇത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ചോദ്യങ്ങൾ മുൻപ് ചോദിക്കുമായിരുന്നു LGSനെ. ഇതുപോലെ ആകത്തുക വെച്ച് ഹരിച്ച് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇഷ്ടംപോലെ മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പാറ്റേണിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നിങ്സിൻ്റെ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ റൺസ്, ഇത്ര റൺസ് എടുത്തു, അപ്പോൾ ഇത്ര ശരാശരി വരണമെങ്കിൽ എത്ര റൺസ് എടുക്കണം. പിന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി കൂടി അല്ലെങ്കിൽ കുറഞ്ഞു. ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ധാരാളമായിട്ട് ഇപ്പോൾ PSC ചോദിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു വിദ്യാർത്ഥിയുടെ 5 വിഷയങ്ങളുടെ ശരാശരി മാർക്ക് 48. എത്ര വിഷയം? 5 വിഷയമുണ്ട്. ആകെ മാർക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സമ്മാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞേ. നമ്മൾ എല്ലാവരെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവരുടെ ആകെ മൊത്തം അല്ലെങ്കിൽ സം ടോട്ടൽ നമുക്ക് അവിടെ കിട്ടും. അപ്പം ഇവിടെ എന്താ കിട്ടുക? ആകെയുള്ള മാർക്ക് കിട്ടും അല്ലേ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ. എന്നിട്ട് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്റ്റുമായിട്ട് നമ്മളിവിടെ ഹരിക്കണം. ഇവിടെ എത്ര വിഷയങ്ങളുണ്ട്? 5 വിഷയങ്ങളുണ്ട്. 5ഉമായിട്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും. ശരാശരി ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? ശരാശരി മാർക്ക് 48 ആണ്. അപ്പോൾ അതേ ശരാശരി ഞാൻ 48 ഇട്ട് കൊടുത്തു. ശരാശരി 48 = നമ്മുടെ ആകെ മാർക്ക് ഡിവൈഡഡ് ബൈ 5 എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഹരണത്തിലുള്ള 5നെ ഞാൻ അപ്പുറത്തേക്ക് വിട്ടാൽ എന്തായിട്ട് പോവും? ഗുണനമായിട്ട് പോവും. അപ്പോൾ അതേ ഹരണത്തിൽ കിടക്കുന്ന ഒരാളെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വിടുമ്പോൾ അത് എന്തായിട്ട് പോവും? ഗുണനമായിട്ട് പോവും. 48 × 5 എത്രയാ? 40. ഏതൊരു സംഖ്യയും 5ഉമായിട്ട് ഗുണിക്കാൻ വളരെ എളുപ്പമാണ്. ആ സംഖ്യയുടെ നേർ പകുതി എടുക്കുക, ഒരു 0 ചേർത്ത് കൊടുക്കുക. ഇരട്ട സംഖ്യയാണെങ്കിൽ ഇവിടെ 48ൻ്റെ പകുതി എത്രയാ? 24 ആണല്ലേ. ഒരു 0 കൂടെ ചേർത്തോ, 240 ആണ് നമ്മുടെ ഉത്തരം. കണ്ടോ, 240. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്.
അടുത്ത ചോദ്യം നോക്കിക്കേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചോദ്യമാണ്. നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ PSC പരീക്ഷയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 10 പേരുടെ ശരാശരി വയസ്സ് 20 10 പേരുടെ ശരാശരി വയസ്സ് 20. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 പേരുടെ ആകെ വയസ്സ്, ശരാശരി വയസ്സാണ് നമുക്ക് 20 തന്നേക്കുന്നത്. 10 പേരുടെ ആകെ വയസ്സ്, അവരുടെ സം ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? എപ്പോഴും തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ശരാശരിയെ ടോട്ടൽ നമ്പറുമായിട്ട് ഗുണിക്കണം. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ അങ്ങനെയല്ലേ ചെയ്തേ? നമുക്ക് ആകെ തുക കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ശരാശരിയെ എത്ര നമ്പർ ഉണ്ടോ അവരുമായിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആകെ തുക കിട്ടും. തെറ്റിദ്ധരിക്കരുതേ ക്വസ്റ്റ്യൻ. ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ചിന്തിക്കാൻ സാധിക്കും. സോ 10 പേരുടെ ആകെ വയസ്സാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അവരുടെ ശരാശരി എത്രയാ? 10 പേരുടെ ശരാശരി 20. അപ്പം നമുക്കിവിടെ ആകെ തുക കിട്ടി. എത്ര വന്നു? 200 എന്ന് വന്നു. ശരിയാണല്ലോ. അപ്പം 10 പേരുടെ എല്ലാവരുടെയും കൂടെ വയസ്സ് ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് 200 എന്നാണ് കിട്ടിയത്. ഫൈൻ. ഒരു പുതിയ വ്യക്തിയെ ചേർത്തപ്പോൾ 21 എന്നാ പറഞ്ഞേക്കുന്നത്. പുതിയ വ്യക്തി ചേർന്നു. 10 എന്നുള്ളത് എത്രയായി? 11 അല്ലേ? അപ്പൊ 11 പേരുടെ ആകെ വയസ്സ് എത്രയാ? 11 ഗുണം പുതിയ വ്യക്തിയെ കൂടെ ചേർത്തപ്പോൾ എത്രയായി? 21 ശരാശരി. 11 ഗുണം 21 ചെയ്താൽ 11 പേരുടെ സം ടോട്ടൽ നമുക്ക് കിട്ടും. ആകെ തുക നമുക്ക് കിട്ടും. 11 ഗുണം 21 എത്രയാ? ആദ്യം 1 എഴുതുക. പിന്നെ എന്ത് ചെയ്യണം? 2 ഒന്നുകൂടെ കൂട്ടുക. 2 1 എത്രയാ? 3. ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പറിനെ എടുത്ത് എഴുതുക. ഏതൊരു സംഖ്യയെ 11 ഗുണിക്കാൻ പറഞ്ഞാലും വളരെ എളുപ്പമാണ്. അവസാനത്തെ നമ്പർ എഴുതുക, ബാക്കി 2 നമ്പറുകളെ തമ്മിൽ കൂട്ടി എഴുതുക, ഫ്രണ്ടിൽ കിടക്കുന്ന ആളെ എടുത്ത് അങ്ങോട്ട് എഴുതുക. 231. ഇനി നോക്കിക്കേ മക്കളെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? പുതിയ വ്യക്തിയുടെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരാൾ വന്നല്ലോ, അയാളുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. 10 പേരുടെ വയസ്സ് ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് 200 കിട്ടി. 11 പേരുടെ വയസ്സ് ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് 231 കിട്ടി. അങ്ങനെയാണെങ്കിൽ 11ാമത്തെ ആളുടെ വയസ്സ് എത്രയായിരിക്കും? 231 നിന്നും 200 അങ്ങ് കുറച്ചാൽ പോരെ? നമ്മുടെ ഉത്തരം എത്രയാണ്? 31. മനസ്സിലായോ? 10 പേരുടെ വയസ്സെല്ലാം കൂടെ ഞാൻ കൂട്ടി വെച്ചു, അപ്പം എനിക്ക് 200 കിട്ടി. 11 പേരുടെ വയസ്സെല്ലാം കൂടെ ഞാൻ കൂട്ടി വെച്ചു, അപ്പം എനിക്ക് 231 കിട്ടി. രണ്ടും കുറച്ചാൽ പോരെ? അവസാനം വന്ന ആളുടെ വയസ്സ് ഇത്രയും നമുക്ക് കിട്ടുമല്ലോ. അപ്പം എത്രയാണ്? 31. ഒരു ഇക്വേഷനും വേണ്ട, നേരെ നമ്മൾ എന്താണ് ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ശരാശരി ആവറേജ് എന്നൊരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണുക. അതെല്ലാം നമ്മൾ മറ്റേ ആ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പഠിക്കുക. ഇതാകുമ്പോൾ ഇക്വേഷൻ ഒന്നും വേണ്ട, എവിടെ ശരാശരി കണ്ടാലും ശരാശരി നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങ് ഗുണിച്ചങ്ങ് വെച്ചേക്കണം. നമുക്ക് എന്തായാലും ആവശ്യം വരും. അപ്പം നമുക്ക് ആകെ തുക കിട്ടും. ഈ ആകെത്തുകകൾ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും. സോ നമ്മുടെ ആൻസർ ഇവിടെ എത്രയാണ്? ഓപ്ഷൻ ബി 31. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നേ. എൻ്റെ കൂടെ തന്നെ ചെയ്ത് പോവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിക്കേ. നമ്മൾ കുറച്ചു മുമ്പ് ചെയ്ത ചോദ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചോദ്യമാണ് ഇത്. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അവിടെ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? അവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ഒരാളെ വയസ്സാണ് കണ്ടുപിടിച്ചത്. ഇവിടെ പക്ഷെ നമ്മളോട് ഓൾറെഡി റൺസ് തന്നിട്ട് ശരാശരി കാണാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ 8 ഇന്നിങ്സുകളുടെ ശരാശരി സ്കോർ 35. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ശരാശരിയും ടോട്ടൽ നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ആകെ തുക കണ്ടുപിടിക്കണം. അപ്പം ആകെയുള്ള റൺസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആകെയുള്ള റൺസ് ഇവിടെ എത്രയാണ്? 8 ഇന്നിങ്സിൻ്റെ അല്ലേ തന്നേക്കുന്നേ. 8 ഗുണം 35 ചെയ്താൽ നമുക്ക് ആകെ എത്ര റൺസാണ് അയാൾ ഈ 8 ഗെയിമിൽ കിട്ടിയത് നമുക്ക് കിട്ടും. ചെയ്യാമല്ലോ. അപ്പം എത്ര വന്നു? 8 ഗുണം 5 40 ശിഷ്ടം 4. 8 ഗുണം 3 24. 24 4 28. സോ 280 നമുക്ക് കിട്ടി. ഇനി അടുത്ത ഇന്നിങ്സിൽ 51 റൺസ് നേടിയാൽ പുതിയ ശരാശരി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ എന്താ തന്നേക്കുന്നത്? റൺസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ശരാശരി അല്ലേ കണ്ടുപിടിക്കണ്ടേ മക്കളെ? ശരാശരി എങ്ങനെ കാണാമെന്നാണ് ഞാൻ പറഞ്ഞേ. ശരാശരി കാണണമെങ്കിൽ ആകെ തുക അല്ലേ, ആകെ തുകയെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിക്കണം. ഇവിടെ ആകെ തുക എത്രയാ? 8 കളി കളിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ റൺസാണ് 280. ശരിയല്ലേ? 9ാമത്തെ കളിയിൽ എത്ര റൺസ് കിട്ടി? 51 റൺസ് അയാൾക്ക് കിട്ടി. അപ്പം ആകെ തുക എന്ന് പറയുന്നത് ഈ 280നോടൊപ്പം ഈ 51 കൂടെ കൂട്ടിയാൽ പോരെ?
ആകത്തുക കിട്ടും. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഓൾറെഡി 8 കളി കളിച്ചു കഴിഞ്ഞു. 9ാമത്തെ കളിയിലല്ലേ 51 റൺസ് കിട്ടിയത്. അപ്പം ആകെ എത്ര കളി? 9 കളി. കണ്ടോ? ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഉത്തരം കിട്ടും. ചെയ്യാമല്ലോ. അപ്പോൾ 1 വന്നു. 8 5 എത്രയാണ്? 8 5 13. ശിഷ്ടം 1 2 1 3 331/9 എന്നാണ് വരിക. ചെയ്ത് നോക്കിയാലോ. നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടുള്ളൂ. കാരണം 331നെ 9 ഹരിക്കാൻ പറ്റില്ല. കാണുമ്പോൾ തന്നെ അറിയാം. സോ ചെയ്ത് നോക്കാം. 9 വെച്ച് തന്നെ ചെയ്തോ. 9ൽ 33 അടുത്ത് എപ്പോഴാണ് വരിക? 9 ഗുണം 3 27 എന്ന് വരും അല്ലേ. പോയിട്ട് 6 എന്ന് വരും. 61 എന്ന് പറയുമ്പോൾ 9 ഗുണം 6 54 എന്ന് വരും. പോയിട്ട് ശിഷ്ടം എത്രയാണ് വരിക? 54 പിന്നെ 7 എന്ന് വരും. ഇപ്പം 36.7 ആണ് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് വാല്യൂ കിട്ടുന്നത്. 36.7 നമുക്ക് 5ന് മുകളിലുള്ളതായതുകൊണ്ട്, അതായത് പോയിന്റിന് ശേഷം വരുന്ന സംഖ്യ 5നേക്കാളും വലുതാണെങ്കിൽ നമ്മൾ അടുത്ത നമ്പറായിട്ടാണ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ആൻസർ ഇവിടെ എത്ര വരും? 37 എന്ന് വരും. കാരണം നമ്മുടെ ഓപ്ഷനിൽ ഈ പോയിന്റ് ഉള്ള വാല്യൂ ഒന്നും തന്നെ തന്നിട്ടില്ല. സോ 36.7 എന്ന് പറയുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 7 ആയിട്ടാണ് അതിനെ എടുക്കേണ്ടത്. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി നേരെ മറിച്ച് ഒരു 36.3 എന്നൊക്കെയാണ് കിട്ടുന്നതെങ്കിലോ നമ്മൾ അതിനെ അപ്രോക്സിമേറ്റ്ലി 36 ആയിട്ട് എടുക്കും. ഈ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സംഖ്യ 5നേക്കാൾ വലുതാണെങ്കിൽ, 5ഓ 5നേക്കാൾ വലുതോ ആണെങ്കിൽ എന്താക്കി എടുക്കണം? അടുത്ത സംഖ്യ ആക്കി എടുക്കുക. 5നേക്കാളും ചെറുതാണെങ്കിൽ ആ സെയിം നമ്പർ തന്നെ അങ്ങ് എടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പോയിന്റ് തരാത്ത പക്ഷം അങ്ങനെ ചെയ്യാം. ഫൈൻ. ഇവിടെ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 37. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ടുള്ളൊരു സാധനം ഇത്രയേ ഉള്ളൂ. ശരാശരിയും ടോട്ടൽ നമ്പറും കൂടെ ഗുണിച്ചാൽ ആകത്തുക കിട്ടും. ഇനി ആകത്തുകയെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും. പക്ഷേ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 25 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്പറും ഉണ്ട് ശരാശരിയും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കുക, ആകെ തുക കണ്ടുപിടിക്കുക. അവരുടെ വയസ്സിൻ്റെ ആകത്തുകയാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 6 × 25. 25 ഗുണം 6 എത്രയാ? 150. അപ്പം നമ്മുടെ ആൻസർ എത്ര വന്നു? 150 എന്ന് വന്നു. ഇനി അച്ഛൻ്റെ വയസ്സ് 45 ആണെങ്കിൽ ബാക്കി 5 പേരുടെ ശരാശരി വയസ്സാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അച്ഛൻ്റെ വയസ്സ് എവിടെ എത്രയാ? 45 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ തുകയിൽ നിന്നും നമ്മൾ അച്ഛൻ്റെ പ്രായം കുറച്ചാൽ നമുക്ക് ബാക്കിയുള്ള 5 പേരുടെ തുക കിട്ടില്ലേ? ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് എത്രയാ? 6 പേരുടെ തുകയാണ്. 6 പേരുടെയും കൂടെ വയസ്സ് ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് 150 എന്ന് കിട്ടി. ഇനി 5 പേരുടെ മതി, എനിക്ക് അച്ഛൻ്റെ വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നും 45 കുറച്ചാൽ പോരെ. അപ്പം എനിക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള 5 പേരുടെ വയസ്സിൻ്റെ തുക കിട്ടി. എത്രയാണ്? 105 എന്ന് വന്നല്ലേ. അപ്പോൾ ബാക്കിയുള്ള 5 പേരുടെ വയസ്സിൻ്റെ തുക, 5 പേരുടെ വയസ്സിൻ്റെ തുക എത്രയാണ്? 105 ആണ്. അപ്പം 5 പേരുടെ ശരാശരി എത്രയായിരിക്കും? വളരെ സിമ്പിൾ അല്ലേ? 5 പേരുടെ ശരാശരി കാണാൻ ഈ 105നെ 5 അങ്ങ് ഹരിച്ചാൽ പോരെ. 5 പേരുടെ അല്ലേ കാണണ്ടേ? തുകയെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിച്ചാൽ ശരാശരി കിട്ടും. 105നെ 5 ഹരിച്ചാൽ 21. പുതിയ ശരാശരി എത്രയാണ്? 21. ഓപ്ഷൻ ബി ആണ്. കണ്ടോ? അപ്പോൾ 25 നമ്മുടെ ആദ്യത്തെ ശരാശരി. ഒരാളെ കളഞ്ഞു, അപ്പോൾ നമ്മുടെ ശരാശരി കുറഞ്ഞു. നേരെ തുക കണ്ടുപിടിച്ചു, പോയ ആളുടെ വയസ്സ് നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. അപ്പം നമുക്ക് എന്ത് കിട്ടി? ബാക്കിയുള്ള 5 പേരുടെ സമ്മ കിട്ടി. ആ സമ്മ അറിയാമെങ്കിൽ അതിനെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശരാശരി കണ്ടുപിടിക്കാം. കണ്ടോ? ഉത്തരം എത്ര വന്നു? 21. അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി മാർക്ക് 60 ആണ്. ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് 57 എന്നതിന് പകരം 75 എന്ന് തെറ്റായി രേഖപ്പെടുത്തി. യഥാർത്ഥ ശരാശരി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കിവിടെ ആകെയുള്ള തെറ്റായിട്ടുള്ള ഒരു സമ്മ ഉണ്ടല്ലോ, ആ സമ്മ ആദ്യം കണ്ടുപിടിക്കാം. അപ്പം ആകെ തുക നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണേ. ആകെ തുക തെറ്റായ തുകയാണ്. തെറ്റായ ആകെ തുക എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? ശരാശരി നമുക്കറിയാം 60 ആണ്. എത്ര കുട്ടികളുടെ? 20 കുട്ടികളുടെ. അപ്പം ശരാശരിയും ടോട്ടൽ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആകെ തുക കിട്ടും. അപ്പം എത്ര വന്നു? 1200 എന്ന് വന്നു. ഇനി എത്ര മാർക്കാണ് ഇവിടെ കൂടുതലായിട്ട് ചേർക്കപ്പെട്ടതെന്ന് അറിയണ്ടേ?
അപ്പോൾ ആകെ എത്രയായിരുന്നു? 57 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എത്രയാണ് എഴുതിയത്? 75 എന്നാണ് എഴുതിയത്. അപ്പോൾ ഈ 75-ൽ നിന്നും 57 കുറച്ചാൽ എത്ര മാർക്ക് അധികമായി ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 57 മാർക്ക് എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് പകരം ടീച്ചർ കൂട്ടി 75 എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ എത്ര മാർക്ക് അവിടെ കൂടുതൽ വന്നേക്കുന്നതെന്ന് അറിയാൻ ഇവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എത്ര വന്നു? സോ 75 മൈനസ് 57 ഇതപ്പോൾ നമുക്ക് 18 എന്ന് കിട്ടി. അപ്പോൾ 18 മാർക്കാണ് എന്ത് ചെയ്തത്? ടീച്ചർ അവിടെ കൂടുതലായിട്ട് ചേർത്തത്. നോക്കിക്കേ, ആകെയുള്ള തെറ്റായിട്ടുള്ള തുക 1200. അതിൽ 18 മാർക്ക് കൂടുതൽ വന്നുകൊണ്ടാണ് നമുക്ക് ഈ 1200 എന്നുള്ള വാല്യൂ കിട്ടിയത്. ഇല്ലെങ്കിൽ ശരിക്കും 1200 അവിടെ ഉണ്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? 1200-ൽ നിന്നും ഈ 18 കുറച്ചാൽ നമുക്ക് ശരിക്കുമുള്ള തുക കിട്ടില്ലേ? 1200 മാർക്ക് അവിടെ ഇല്ല. 18 മാർക്ക് കൂടുതൽ വന്നതുകൊണ്ടാണ് 1200 എന്ന് കിട്ടിയത്. അപ്പം അതിൽ നിന്നും എന്ത് ചെയ്യാം? 18 അങ്ങ് കുറച്ചോ. 10-ന് 8 പോയാൽ 2, 9-ന് 1 പോയാൽ 8, 1 1 8 2. ഇത്രയാണ് നമ്മുടെ ശരിക്കുമുള്ള തുക എന്ന് പറയുന്നത്. ആകെയുള്ള ടോട്ടൽ മാർക്സ് എത്രയേ ഉള്ളൂ? 1 1 8 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരാശരി കാണാൻ പറഞ്ഞാൽ വളരെ എളുപ്പമല്ലേ? ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ മാർക്കിനെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിക്കുക. ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 20 കുട്ടികളുണ്ട്. സോ 1 1 8 2-നെ 20-മായിട്ട് ഹരിച്ചാൽ നമ്മുടെ ആൻസർ കിട്ടും. ചെയ്യാലോ? അപ്പോൾ എത്ര പേര് നോക്കിക്കേ, ഇവിടെ 10 എന്ന് വരും. 2 വെച്ച് ഹരിക്കാൻ പോവാണ്. 2 വെച്ച് ഹരിക്കുമ്പോൾ 20-നെ 2-മായിട്ട് ഹരിച്ചാൽ 10. ഇവിടെയോ 5 ഗുണം 2 10, പോയിട്ട് ശിഷ്ടം 1, 18ആയി. 9 ഗുണം 2 18 എന്ന് കിട്ടി. 1 ഗുണം 2 അപ്പോൾ 591/10. അപ്പോൾ താഴെ ഒരു 0 വന്നാൽ മുകളിൽ ഒരു നമ്പർ വിട്ട് കുത്തിട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ 59.1 നമ്മുടെ ആൻസർ. സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ശരാശരി? ഓപ്ഷൻ ബി ആണ്, 59.1. അപ്പോൾ ഇതുപോലെ ഉള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് ആ ഇക്വേഷനിലും ഇട്ട് കൊടുത്ത ആൻസർ അങ്ങ് കിട്ടും. പിന്നെ ചിന്തിക്കുക, എങ്ങനെയാണ് ആ ഉത്തരത്തിലേക്ക് എത്തേണ്ടതെന്നുള്ളതൊന്ന് ചിന്തിക്കണം എന്ന് മാത്രമല്ല, അതിങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്താൽ മാത്രമേ മക്കളെ ആ ഒരു സ്കില്ല് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ആൻസർ കിട്ടുകയും ചെയ്യും. പക്ഷെ ക്വസ്റ്റ്യൻ ഇതുപോലെ അല്പം വലുതായിരിക്കും, നമ്മളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കും ചോദിക്കുക. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഒരു സംഘത്തിലെ 15 തൊഴിലാളികളുടെ ശരാശരി കൂലി 400 ആണ്. 15 പേരുടെ ശരാശരി കൂലി 400 ആണ്. അതിൽ 5 തൊഴിലാളികളുടെ ശരാശരി കൂലി 500 ആണെങ്കിൽ ബാക്കിയുള്ള 10 തൊഴിലാളികളുടെ ശരാശരി കൂലി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ മൊത്തം നമുക്ക് 2 ശരാശരി കൂലികൾ തന്നിട്ടുണ്ട്. അടുത്ത ശരാശരി കൂലി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ആകെ എത്ര പേരുണ്ട്? 15 പേരുണ്ട്. അവരുടെ ശരാശരി എത്രയാണ്? 400 ആണ്. അപ്പോൾ 15 പേരുടെ ആകെയുള്ള കൂലി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 15 പേരുടെ ആകെ കൂലി കാണാൻ 400 ഗുണം 15 ചെയ്താൽ മതി. സോ നമ്മുടെ ആൻസർ എത്ര വന്നു? 15 ഗുണം 4 60 ആണല്ലേ? അപ്പോൾ അത് 2 0 ഉണ്ട്. 2 0 അങ്ങ് ഇട്ട് കൊടുക്കുക. സോ 6000 എന്ന് കിട്ടി. 15 പേരുടെ ആകെ കൂലി എത്രയാണ്? 6000 ആണ്. ഇനി 5 തൊഴിലാളികളുടെ ശരാശരി കൂലി എത്രയാ? 500 ആണല്ലേ? അപ്പോൾ 5 പേരുടെ ആകെ കൂലി നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 500 ഗുണം 5 ചെയ്താൽ മതി. എത്രയാണോ അവരുടെ ശരാശരി അതിനെ ആ ടോട്ടൽ നമ്പറുമായിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര വന്നു? 2500 എന്ന് വന്നു. നോക്കിക്കേ മക്കളെ, ഞാൻ 15 പേരുടെ കൂലി എല്ലാം കൂടെ കൂട്ടി. അപ്പോൾ എനിക്ക് 6000 എന്ന് കിട്ടി. ഇനി 5 പേരുടെ കൂലി എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 2500 എന്ന് കിട്ടി. അപ്പോൾ ഈ 15-ൽ നിന്നും ഈ 5 കുറച്ചാൽ, ഈ വാല്യൂ തമ്മിൽ കുറച്ചാൽ എനിക്ക് 10 പേരുടെ കൂലി എത്രയാണെന്ന് കിട്ടത്തില്ലേ? മനസ്സിലായോ? 15 പേർക്ക് കിട്ടുന്ന തുക എല്ലാം കൂടെ ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് 6000. 5 പേർക്ക് കിട്ടുന്ന തുകയെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 2500 എന്ന് കിട്ടി. അപ്പോൾ ഈ 6000-ൽ നിന്നും 2500 കുറച്ചാൽ എനിക്ക് ബാക്കിയുള്ള 15-ൽ നിന്ന് 5 പോയാൽ ഇനി എത്രയേ ഉള്ളൂ? 10. 10 പേരുടെ ആകെ കൂലി കിട്ടില്ലേ? കിട്ടും. അപ്പോൾ 10 പേരുടെ ആകെ കൂലി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 6000-ൽ നിന്നും 2500 അങ്ങോട്ട് കുറയ്ക്കാമല്ലോ. അപ്പോൾ എത്രയാണ് വരിക? 500 എന്ന് വന്നു. പിന്നെ 5-ന് 2 പോയാൽ 3, 3500. 10 പേരുടെ ആകെ കൂലി എത്രയാ? 3500. അങ്ങനെയാണെങ്കിൽ 10 പേരുടെ ശരാശരി എത്രയായിരിക്കും? ആകെ കൂലി അറിയാം, 10 പേരാണെന്നറിയാം. ശരാശരി കാണാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ? ശരാശരി കാണാൻ ഈ 3500-നെ എത്ര പേരുണ്ട്? 10 പേര്. 10 അങ്ങ് ഹരിച്ചാൽ മതി. 0 0 അങ്ങ് വെട്ടിപ്പോയി. എത്ര വന്നു?
350 എന്ന് വന്നു. നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഞാൻ ഈ എഴുതുന്നതുകൊണ്ട് എത്ര സ്റ്റെപ്പൊക്കെ തോന്നുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മുകളിൽ തന്നെ പോയി എഴുതുക. 15 ഗുണം 400 6000 അതിൻ്റെ മുകളിൽ നമ്മൾ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ 500 ഗുണം 5 2500. അപ്പം അവർ തമ്മിൽ മൈനസ് ചെയ്തിട്ട് മൂന്നാമത്തെ വാല്യൂ അങ്ങോട്ട് എഴുതുക. 3500 10 പേരുടെയാണ് കാണണ്ടേ. ബൈ 10 ചെയ്താൽ നേരെ ആൻസറായി. 3 വാല്യൂ എഴുതുമ്പോഴേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് സ്റ്റെപ്പായി എഴുതുന്നതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ തോന്നുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു വിദ്യാർത്ഥിയുടെ ആദ്യ 4 പരീക്ഷകളിലെ ശരാശരി മാർക്ക് 65 ആണ്. ശരാശരി 70 ആകണമെങ്കിൽ 5ാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങണം? സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ നമ്പർ എത്രയാ? 4. ശരാശരി എത്രയാ? 65. അപ്പം 4 പരീക്ഷകളിൽ അയാൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് കിട്ടണ്ടേ? അപ്പം ആകെയുള്ള മാർക്കാണ് ടോട്ടൽ മാർക്സ്. എത്ര പരീക്ഷയിൽ? 4 പരീക്ഷ എഴുതിയപ്പോൾ കിട്ടിയ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 4 ഗുണം 65. 4 20 ശിഷ്ടം 2 6 4 24 2 26 260 മാർക്കാണ് 4 പരീക്ഷകളിലും കൂടെ അയാൾക്ക് കിട്ടിയത്. ഇനി 5ാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങണം? എന്തിന്? ശരാശരി 70 ആകണമെങ്കിൽ. അപ്പം നമുക്ക് ഓൾറെഡി ശരാശരി തന്നിട്ടുണ്ട്. എത്രയാ? 70 ആണല്ലേ. അപ്പം 5ാമത്തെ പരീക്ഷയിൽ എത്രയോ മാർക്കും കൂടെ കിട്ടിയാൽ അയാൾക്ക് ശരാശരി എത്രയാകും? 70 ആകും. സോ ടോട്ടൽ നമ്പർ ഓഫ് എക്സാം 5 എണ്ണം. ടോട്ടൽ നമ്മുടെ ശരാശരി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 70 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 5 എക്സാം അയാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 ഗുണം 5 എത്ര വന്നു? 350 എന്ന് വന്നു. ഇത് ടോട്ടൽ മാർക്സ് ആണേ. അപ്പോൾ 4 പരീക്ഷയിലെ ടോട്ടൽ മാർക്ക് 260. 5 പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 70 ഗുണം 5 ചെയ്തു 350. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എക്സ്ട്രാ കിട്ടിയ മാർക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? ഈ 350-ൽ നിന്നും 260 അങ്ങ് കുറച്ചാൽ പോരെ? 0 എന്ന് വന്നു. 26 35 കുറച്ച് എത്രയാ? 9. 90 മാർക്ക് നേടിയാൽ മാത്രമേ പുതിയ ശരാശരി 70 എന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ഉത്തരം ഇവിടെ ഓപ്ഷൻ സി ആണ്. ഓക്കെ, 2 സം ടോട്ടൽ കണ്ടുപിടിച്ചു. 4 പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് അറിയാം. 5 പരീക്ഷയ്ക്ക് എത്ര മാർക്ക് വേണമെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് ശരാശരി തന്നിട്ടുണ്ട്, 5 പരീക്ഷ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പം 70 ഗുണം 5 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 90. നമുക്ക് 350 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ 2 പരീക്ഷയിലും കിട്ടിയ ടോട്ടൽ മാർക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5ാമത്തെ പരീക്ഷയിൽ മാത്രം കിട്ടിയ മാർക്ക് കണ്ടുപിടിക്കാം. ഇതേ മോഡൽ ചോദ്യം നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ രീതിയിലായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ ചെയ്യേണ്ട പാറ്റേൺ ഒക്കെ എല്ലാം ഒരേപോലെയാണ്. ശരാശരിയും ടോട്ടൽ നമ്പറും കൂടെ എന്ത് ചെയ്യുക? ആദ്യം തന്നെ അങ്ങോട്ട് ഗുണിച്ചങ്ങ് സേഫാക്കി വെച്ചേക്കണം. അതാണ് നമ്മുടെ ആകെ തുക. മാർക്കാണെങ്കിൽ ടോട്ടൽ മാർക്ക്, വയസ്സാണെങ്കിൽ ടോട്ടൽ വയസ്സ്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു കേസ് അവർ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നെങ്കിൽ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്താൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ഇനി ബേസ് ആയിട്ടൊരു ക്ലാസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള ശരാശരി എന്നുള്ള ചാപ്റ്റർ പോയി പഠിക്കണേ. ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം. ഓരോ ക്ലാസ്സും വളരെ വൃത്തിയായി തന്നെ പഠിച്ചു പോവുക. മാക്സിമം ഡിഫറെൻറ്റ് പാറ്റേണുകൾ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറിൽ നിന്ന് തന്നെ എടുത്ത് ഞാൻ ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാതെ വരുന്ന സിംസ് ആ സെയിം പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പഠിക്കുക. ഇത് മാത്രമല്ല, നമ്മുടെ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റിന് മാക്സിമം അതിനുള്ളിൽ നിർത്താൻ പറ്റുന്ന ക്ലാസ്സുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു ക്ലാസ് മാത്രം കണ്ടതുകൊണ്ടായി എന്നല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്കിന് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻസും അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.